എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്നുണ്ടല്ലോ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അതും ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ട്ടോ. ഇനി ഈ ഒരു കേക്കിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഗ്രീൻ ആപ്പിൾ കാരമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാണ്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ വാങ്ങാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ദേ ഈ ഒരു സിമ്പിൾ റെസിപ്പി വേഗം ഒന്ന് കണ്ടു നോക്കിക്കോട്ടെ. നമുക്ക് എളുപ്പമായിട്ട് തയ്യാറാക്കിയെടുക്കാം. മാത്രമല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ. അപ്പോൾ ദേ ഇതിനായിട്ട് നമ്മൾ ഒരു ഗ്രീൻ ആപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിനെ നമുക്ക് വളരെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതേ ഇതേപോലെ വളരെ നൈസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ വളരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമുക്ക് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ദേ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നോക്കി നന്നായിട്ട് പത വരുമ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് ആപ്പിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ മുന്തിരിയില്ലേ, കറുത്ത മുന്തിരി, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അതിലിരുന്നിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇനി ഉണ്ടല്ലോ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം 250 ml കപ്പിൽ ഒരു കപ്പാണ്. പിന്നെ അതേ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വളരെ കുറച്ച് ഉപ്പിട്ടോ, ഇത്രയും ഉപ്പിട്ട് കൊടുത്താൽ മതി. അതുകൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 3 ഗ്രാമ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാര അടിച്ചെടുത്തിട്ടുള്ള അതേ ജാർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ വാനില എസൻസ് ഒരു ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ അത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇതുണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിനുണ്ടല്ലോ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 10 അണ്ടിപ്പരിപ്പ് ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തിട്ടുള്ള ആപ്പിളൊക്കെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയൊക്കെ ഉണ്ടല്ലോ അത് ഇതേ വളരെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വളരെ സ്ലോവിലി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കലും സ്പീഡിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കരുത്. വളരെ സ്ലോവിലി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒരു ട്രേയിലേക്ക്, അതായത് കേക്ക് ട്രേയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഇതേ ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഇതിലേക്കൊന്ന് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ ഒരു അടി കട്ടിയുള്ള പാത്രം 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ ഒരു എന്താ പറയുക കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 50-55 മിനിറ്റ്സ് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഓരോ സൈഡൊന്ന് കുത്തി നോക്കുകയാണ്. കാരണം
ചിലപ്പോൾ നടുക്കോ അല്ലെങ്കിൽ സൈഡുകളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ അത് അടിപൊളിയായിട്ട് തന്നെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം. ഇപ്പം നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടുകയാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ മതിയാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരമൽ ആപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ആപ്പിളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കും കൂടിയാണ്. ഒരു ആപ്പിളൊക്കെ ഉണ്ടായാൽ മതി ഈ ഒരു കേക്ക് റെസിപ്പി നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.